In this video, we are going to discuss about the spermatogenesis and hormonal control of testicular function. Spermatogenesis, you know that what is genesis? It is the formation of a new cell. So, the spermatogenesis means formation of sperms and the hormonal control of testicular function. എങ്ങനെയാണ് സ്പേംസ് ഒരു മെയിൽ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ ആ സ്പെർമാറ്റോജനസിനെ എങ്ങനെയാണ് ഒരു ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നത്, ആ രണ്ട് ടോപ്പിക്കാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് സ്പെർമാറ്റോജെനസിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻ ഹ്യൂമൻ സ്പെർമാറ്റോജെനസിസ് ടേക്സ് ഹാർഡ്ലി 65 to 75 ഡേയ്സ്. അത് ഫീമെയിലും മെയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫീമെയിലാണെങ്കിൽ നമ്മൾ 28 ഡേയ്സ് സൈക്കിളാണ് പറയാറ്. ബട്ട് ഇൻ കേസ് ഓഫ് മെയിൽ ഒരു സ്പെർമാറ്റോജെനസിസ് അല്ലെങ്കിൽ ഒരു സ്പേം ഫുള്ളി ഡെവലപ്പ് ആവണമെങ്കിൽ 75 ഡേയ്സ് ആണ് എടുക്കുന്നത്. Okay, it begins with spermatogonia, which contain the diploid number of chromosomes. Spermatogonia അതാണ് ആക്ച്വലി സ്റ്റെം സെൽ. ഈ സ്പെർമാറ്റോഗോണിയ അത് ഡിപ്ലോയിഡ് ആണ്. യു നോ വാട്ട് ഇസ് ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ്? ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഹാവിങ് 46 നമ്പർ ഓഫ് ക്രോമസോംസ്. അതാണ് 2n. 23 + 23 അതാണ് 2n. ഓക്കെ, അപ്പോൾ ഈ n എന്ന് പറയുമ്പോൾ 23 ആണ്. അപ്പോൾ മെയിൽ സ്പെർമാറ്റോഗോണിയക്കകത്ത് 2n എന്ന് വെച്ചാൽ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, ദേ ക്യാൻ ആക്ട് ആസ് ദി സ്റ്റെം സെൽസ്. ഫസ്റ്റ്ലി ദേ അണ്ടർഗോ മൈറ്റോസിസ്. ഡ്യൂറിങ് ദിസ് ടൈം some spermatogonia remain near the basement membrane of the seminiferous tubules in an undifferentiated state to serve as a reservoir of cells for future solution and subsequent sperm production. എന്നിട്ട് ഈ സ്പെർമാറ്റോഗോണിയ എന്തെന്ന് വെച്ചാൽ നമ്മളെ എവിടെയാണ് ആക്ച്വലി സെമിനിഫറസ് ട്യൂബിളിൻ്റെ ഉള്ളിലാണ് ഈ സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത്. നിങ്ങൾക്ക് സെമിനിഫറസ് ട്യൂബിൾസ് എന്താണെന്നൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മൾ കുറേ ലൊബ്യൂൾസ് പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ടൈറ്റ്ലി കോയിൽഡ് ആയിട്ടുള്ള 2-3 കോയിൽസ് ഉണ്ട്. അതിനാണ് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത്. അപ്പോൾ ഈ സ്പെർമാറ്റോഗോണിക് സെൽ എന്താണെന്ന് വെച്ചാൽ അത് ആ ലെയറിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനോട് അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കും കുറച്ചെണ്ണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇനിയും നമുക്ക് ഈ മെയിലിന് കുറച്ച് സ്പേംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്പേം പ്രൊഡക്ഷൻ നിർത്താനാവില്ല. എന്ന് വെച്ചാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചില സെൽസ് എന്താവും അവിടെ തന്നെ റിസർവോയറായിട്ട് വെക്കും. ഓക്കെ, അത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ അടുത്താണ് റിസർവോയറായിട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, the rest of the spermatogonia lose contact with the basement membrane, squeeze through their tight junctions of the blood-testis barrier, undergo developmental changes and differentiate into primary spermatocyte. ഈ സ്പെർമാറ്റോഗോണിയ കുറേ എണ്ണം അവിടെ തന്നെ ഉണ്ടാവും, ആ ബേസ്മെൻറ്റ് മെംബ്രെയിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ കുറച്ച് പേരെന്ത് ചെയ്യും, അവിടുന്ന് കോണ്ടാക്റ്റ് റിലീസ് ചെയ്യും. ഓക്കെ, കോണ്ടാക്റ്റ് വിട്ടിട്ട് അവർ വീണ്ടും അവിടെ ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ ഉണ്ടാവും, ചെറിയ ജംഗ്ഷൻസ് ആണത്. ആ ബാരിയറിൻ്റെ ഉള്ളിൽ കൂടി എല്ലാം സ്ക്വീസ് ചെയ്ത് വീണ്ടും സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ല്യൂമൻ്റെ അകത്തോട്ടൊക്കെയാണ് ഇവർ പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ടുവേർഡ്സ് ദ ല്യൂമൻ എത്തുമ്പോഴാണ് ഫുള്ളായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് നടക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റ് ജംഗ്ഷൻ വഴി പാസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ അതെന്തായി മാറും, അത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോമിലായിട്ട് മാറും. ഓക്കെ, സ്പെർമാറ്റോഗോണിക് സെല്ലായിരുന്നു ആൻഡ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആർ ഓൾസോ ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. അതും 2n ആണ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഹാവിങ് 46 ക്രോമസോംസ്. ദാ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം. സ്പെർമാറ്റോജനിക് സെൽസ്, ദാ spermatogonium 2n, they act as a stem cell. This is the basement membrane of the seminiferous tubules, and then it changes into the primary spermatocyte, that is 2n, and then it can lead to, yes, you can see here as the blood testis barrier. ഇവിടെ കാണാം ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ. അത് തന്നെയാണ് ഈ സ്പെർമാറ്റോഗോണിയം മാർക്ക് ചെയ്തതിൻ്റെ താഴെ നിങ്ങൾക്കൊരു ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ കാണാവുന്നതാണ്. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിസ് ബാരിയറെല്ലാം ക്രോസ് ചെയ്തിട്ടാണ് ഇവർ വീണ്ടും താഴത്തേക്ക് വരുന്നത്. കണ്ടോ, ഇത് ലാസ്റ്റ് എന്താണ്, ല്യൂമനാണ്, ല്യൂമൻ ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇവിടെ എത്തുമ്പോഴത്തേക്കാണത് സ്പേമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെയാണ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് നടക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് ആൻഡ് ദെൻ സ്പേം സെൽ ഓർ സ്പെർമാറ്റോഗോണിയ. ഓക്കെ, ഓരോന്ന് പറഞ്ഞുതരാം. Then each primary spermatocyte replicate its DNA and then
മിയോസിസ് ബിഗിൻസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത് വാട്ട് ഇസ് മിയോസിസ് ആൻഡ് വാട്ട് ഇസ് മൈറ്റോസിസ് ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് മിയോസിസ് ആൻഡ് മൈറ്റോസിസ്. ജസ്റ്റ് യു റിക്കലക്ട് ദാറ്റ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, മിയോസിസ് എന്ന് പറയുമ്പം ആക്ച്വലി 46 ക്രോമസോംസ് ഉള്ളതിനെ 23 ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഗാമീറ്റ്സ് ഓൾസോ വി നീഡ് ദ സെയിം. നമുക്കിവിടെ എന്താണ് അത് തന്നെയാണ് വേണ്ടത്. 46 ക്രോമസോംസ് ആണ് ഇപ്പോൾ ഉള്ളത്, നമുക്ക് 23 മതി ഒരു ഗാമീറ്റിൽ. എന്നാലേ ഫീമെയിൽ ഗാമീറ്റും കൂടെ 23 വരുമ്പം സൈഗോട്ടിന് 46 ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 23 വേണ്ടതിനെ കൊണ്ട് മിയോസിസ് ആണ് ഈ സെല്ലിൽ, ദാറ്റ് ഇസ് ഗാമേറ്റ്സിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ മിയോസിസ് 1 homologous pairs of chromosomes line up at the metaphase plate and crossing over occurs. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം ക്രോസിംഗ് ഓവർ ഒക്കെ എന്താണെന്ന്. Then the meiotic spindle pulls chromosomes of each pair on an opposite pole of the dividing cell. എന്നുവെച്ചാൽ നമ്മൾ അന്ന് കണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് സൈഡിലോട്ടേക്ക് അത് പുൾ ചെയ്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് അവരെ എന്ത് ചെയ്യും, പുൾ ചെയ്ത് മാറ്റും. ഓക്കെ, the two cells formed by meiosis 1 are called as secondary spermatocyte. അപ്പോൾ ഇവിടെ മിയോസിസ് 1 കഴിഞ്ഞിട്ട് 2 സെല്ലാണ് ഉണ്ടാവുന്നത്. ആ 2 സെല്ലിനെയും നമ്മൾ പറയുന്നത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് 2n ആയിരുന്നു നമ്പർ, എന്നുവെച്ചാൽ ക്രോമസോം 46 ആയിരുന്നു. പക്ഷേ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയപ്പോൾ ടോട്ടൽ ഉള്ളത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ദാറ്റ് ഇസ് 23 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ദ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഇസ് ഹാപ്ലോയിഡ്, 23 chromosomes, that is n. ഓക്കെ, മനസ്സിലായല്ലോ. സെക്കൻഡറി is n. Then each secondary spermatocyte has 23 chromosomes, the haploid number. No replication of DNA occurs in the secondary spermatocytes. പിന്നെ അവിടെ replication നമ്മൾ normal meiosis തന്നെ. And in meiosis 2 the chromosomes line up in single file along the metaphase plate and the 2 chromatids of each chromosomes separate. normal പോലെ തന്നെ 2 chromatids separate ആയിട്ട് മാറും. The 4 haploid cells resulting from meiosis 2 are called as spermatids. നമ്മൾ meiosis 1ൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനെ കണ്ടു. meiosis 2 ആയപ്പോഴോ they forms spermatids. Okay, primary spermatocyte, secondary spermatocyte and spermatids അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്പെർമാറ്റിഡും 23 നമ്പർ തന്നെയായിരിക്കും അതിന് ക്രോമസോംസ് ഉണ്ടാവുക. The final stage of spermatogenesis, that is spermiogenesis. You can see the spelling spermio. Okay, രണ്ടും മാറിപ്പോവരുത്. spermiogenesis, that is the development of haploid spermatid into sperm. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ മിയോസിസ് 2 നടന്നപ്പോൾ സ്പെർമാറ്റിഡ് ആയി മാറുകയാണ് ചെയ്തത്. ഈ സ്പെർമാറ്റിഡിന് എന്തായിട്ട് മാറണം, സ്പെർമായിട്ട് മാറണം. ആ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസിനെയാണ്, ദാറ്റ് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി spermatids to sperm. That process is known as spermiogenesis. Okay, അതിനെയാണ് നമ്മൾ spermiogenesis എന്ന് പറയാം. Then no cell division occur in spermiogenesis. Each spermatid become a single sperm cell. നിങ്ങൾക്ക് സ്പെർമിൻ്റെ സ്ട്രക്ചർ അറിയുണ്ടാവും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സെല്ല് എന്താ ഒരു ഓവൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഫോമിൽ. അതിനി ഒരു ഹെഡും ടെയിലും ഉള്ള ഫോമായിട്ട് മാറണം. ഓക്കെ, അതിന് കുറച്ച് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഉണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദിസ് പ്രോസസ്, യെസ്, യു ക്യാൻ സീ ദാറ്റ് ദി സ്ഫെറിക്കൽ സ്പെർമാറ്റിഡ്സ് ട്രാൻസ്ഫോം ഇൻ ടു ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ സ്പെർം. ഓക്കെ, അപ്പോൾ ഒരു ഹെഡും ഒരു ടെയിലും ഉള്ള സ്ട്രക്ചറായിട്ട് മാറുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ്. അപ്പോൾ ഇനി എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ സ്പെർമിന് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്. ആൻഡ് ആക്രോസോം ഫോംസ് ടോപ്പ് ഓഫ് ദ ന്യൂക്ലിയസ്. ഞാനിതിനകത്ത് പിക്ചറിൽ കാണിച്ചു തരാം എന്താണ് ആക്രോസോം എന്ന്. വിച്ച് കണ്ടെൻസ് ആൻഡ് ഇലോങ്ങേറ്റ്സ്, എ ഫ്ലാജെല്ലം ഡെവലപ്സ് ആൻഡ് മൈറ്റോകോൺട്രിയ മൾട്ടിപ്ലൈ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ഓവൽ ഷേപ്പിലുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള സ്ട്രക്ചർ ഇലോങ്ങേറ്റഡ് ഫോമിലാവുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ആദ്യം അതിന് ഹെഡിൻ്റെ മുകളിൽ ആക്രോസോം വരും. ആക്രോസോം എന്ന് പറയുന്നത് ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. അത് ഹെഡ് എന്താ ഇല്ല ഓക്കെ, റൗണ്ട് ഷേപ്പ് സ്ട്രക്ചറിന് എന്തായിട്ട് മാറണം, ഒരു ഇലോങ്ങേറ്റഡ് ഫോമിലായിട്ട് മാറുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണിത്. ഫ്ലാജെല്ലം ഉണ്ടാവും, പിന്നെന്താ മൈറ്റോകോൺട്രിയ മൾട്ടിപ്ലൈ ചെയ്യും. മൈറ്റോകോൺട്രിയക്കൊക്കെ ഇവിടെ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ എന്താണ് വരുന്നത്, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ സസ്റ്റൻറ്റാക്കുലർ സെൽസ്
ഡിസ്പോസ് ഓഫ് ദി എക്സസ് സൈറ്റോപ്ലാസം ദാറ്റ് സ്ലഫ് ഓഫ്. നമ്മൾ നേരത്തെ സസ്റ്റൻഡാക്കുലർ സെൽസിൻ്റെ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാവുന്ന സ്പേംസിൻ്റെ ഫാഗോസൈറ്റോസിസ് ഒരു ആക്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള സാധനത്തിന് നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം? ഒരു ഇലോങ്ങേറ്റഡ് ഫോമിലായിട്ട് മാറ്റണം. അപ്പോൾ പുറത്തുള്ള കുറേ ആൾക്കാരെയൊക്കെ എൻഗൾഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന ആളാണ് ആക്ച്വലി സസ്റ്റൻഡാക്കുലർ സെൽസ് ദാറ്റ് ഡിസ്പോസ് ദി എക്സസ് സൈറ്റോപ്ലാസം. ആ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറിന് ആവശ്യമില്ലാത്ത സൈറ്റോപ്ലാസത്തിന് മുഴുവൻ എന്ത് ചെയ്യും? സ്ലഫ് ഓഫ് ചെയ്ത് കളയും. എന്നുവെച്ചാൽ അവിടെ നിന്ന് അതിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഫൈനലി sperm are released from their connection to sustentacular cells, an event known as spermiation. ഇത്രയും നേരം അതിന് സസ്റ്റൻഡാക്കുലർ സെൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, സ്പെർം ഫ്രീ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് എന്ത് ചെയ്യൂ? കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഉള്ളിലേക്ക് റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് സ്പെർമിയേഷൻ. ദെൻ സ്പെർം എൻ്റർ ടു ദ ല്യൂമൻ ഓഫ് ദ സെമിനിഫറസ് ട്യൂബിൾ. അവിടുന്ന് ഫുൾ കണക്ഷൻ വിടാൻ മാത്രമേ ഇയാൾക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റൂ? സെമിനിഫറസ് ട്യൂബിളിൻ്റെ അകത്തോട്ടേക്ക് പാസ് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് പ്രോസസ്സ് ഉള്ളത്. പിന്നെ അപ്പോൾ നമ്മുടെ ഒരു സിംഗിൾ പ്രൈമറി സൈറ്റിനകത്തുനിന്ന് 4 സ്പെർമാറ്റിഡ്സ് ആണ് ഉണ്ടാകുന്നത്, 2 മിയോസിസ് നടന്നിട്ട്. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് ആക്ച്വലി നമ്മൾക്ക് ഒരു സെല്ല് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, 4 സെല്ല് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് സ്പെർമാറ്റോജെനസിസിൻ്റെ പിക്ചർ. ഇതാ സ്പെർമാറ്റോഗോണിയം 2n. ദേ അണ്ടർഗോ ഫസ്റ്റ്ലി മൈറ്റോസിസ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ്മെൻറ്റ് മെംബ്രെയിനോട് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ചാൾ നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്ക് ആക്ച്വലി നടക്കുന്നത് മൈറ്റോസിസ് ആണ്. എന്നാലേ 2n തന്നെയുള്ള കുറേ സെൽസ് ഉണ്ടായി മാറുന്നുള്ളൂ സ്പെർമാറ്റോഗോണിയം. ഈ സ്പെർമാറ്റോഗോണിയം പിന്നെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആകുമ്പോഴാണ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ മിയോസിസ് 1 നടക്കുന്നത്. It undergo meiosis 1 and for the formation of primary spermatocyte. Then primary spermatocyte then changes into secondary spermatocyte, then into spermatids, then into the spermatozoa. Okay, by the process of spermiogenesis. പിന്നെ ഇതിനകത്ത് നിന്ന് ഈ കോണ്ടാക്ട് ലൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഈ പിക്ചർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഫൈൻ. ദെൻ നെക്സ്റ്റ് ഇസ് അബൌട്ട് ദി സ്പെർം. ഇതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന എല്ലാ പോർഷനും തന്നെ യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈച്ച് ഡേ about 300 million sperm complete the process of spermatogenesis. ഇത് മെയിൽ ഫീമെയിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഫീമെയിലാണെങ്കിൽ 28 ഡേയിൽ 1 എഗ്ഗേ ഫോം ചെയ്യുന്നുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് മെയിൽ 300 മില്യൺ സ്പെർമാണ് ഒരു ഡേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലീഷനാണ് ഒരു ഡേയിൽ ഉണ്ടാകുന്നത്. ഇറ്റ് ടേക്സ് എ ലോങ് ഡേ, ദാറ്റ് ഇസ് 65 to 75 ഡേയ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത്രയും ഡേ എടുത്തിട്ടാണ് ഒരു സ്പെർം ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ തന്നെയും ഒരു ദിവസം ഹാർഡ്ലി ഇത്രയും മില്യനാണ് മെയിൽ സ്പെർംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, then a sperm is about 60 micrometer long and contains several structures that are highly adapted for reaching and penetrating a secondary oocyte. Secondary oocyte എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗമേറ്റിനെ അല്ലെങ്കിൽ എഗ്ഗിനെയാണ് നമ്മൾ സെക്കൻഡറി oocyte എന്ന് പറയുക. ഈ സെക്കൻഡറി oocyteൻ്റെ അടുത്ത് വരെ എന്തിനെത്തണം? സ്പെർമിന് സ്വിം ചെയ്തിട്ട് എത്തണം. വൺസ് ഇറ്റ് ഇസ് ദെയർ ഇൻ ദ ഫീമെയിൽ യൂട്രസ്. ഫീമെയിൽ ട്രാക്റ്റിനകത്ത് എത്തുവാണെങ്കിൽ അതിന് പാസ് ചെയ്ത് പോകണം. സോ അങ്ങനെ മൂവ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ സ്പെർമിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, ഇറ്റ് ഇസ് ബൈ ഗോഡ്സ് ക്രിയേഷൻ, ഐ ഹോപ്പ്. ഓക്കെ, ദിസ് ഇസ് എ സ്ട്രക്ചർ യു ക്യാൻ സീ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആക്രോസോം, ഒരു ന്യൂക്ലിയസ്. ആക്രോസോം ഇസ് എ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഓൺ ദി ഹെഡ്. ദെൻ ഇറ്റ് ഇസ് ഹാവിങ് എ നെക്ക്, a mitochondria, condensed mitochondria, that is the middle piece. Then tail. ഈ tailൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോർഷൻസ് ആണ് മിഡിൽ പീസ്, പ്രിൻസിപ്പൽ പീസ് ആൻഡ് ദി എൻഡ് പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറും പഠിക്കണം, സ്പെർമിൻ്റെ സ്ട്രക്ചർ.
Then the major parts of the sperm are the head and a tail. Head is the flattened pointed head of the sperm. Is about 4 to 5 micrometer long. നമ്മൾ കണ്ടു നേരത്തെ ഹെഡിൻ്റെ സ്ട്രക്ചർ. It contains a nucleus with 23 highly condensed chromosomes. Covering the anterior 2/3 of the nucleus is the acrosome. കണ്ടായിരുന്നില്ലേ ഒരു acrosome? ഓക്കെ, അത് ഹെഡിൻ്റെ കവറിങ് ആണ്. ദെൻ ഈ ആക്രോസോമിനകത്തുള്ളതെന്ന് വെച്ചാൽ cap like vesicle filled with enzymes that help a sperm to penetrate a secondary oocyte to bring about fertilization. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എൻസൈംസ് എല്ലാം പ്രസൻ്റ് ആണ്, ഫിൽഡ് വിത്ത് എൻസൈംസ് ആണ് ഇതിനകത്ത്. അപ്പോൾ ആ എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പെനിട്രേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ സെക്കൻഡറി ഊസൈഡിനകത്തോട്ടേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ അപ്പോൾ അതിനകത്ത് കാണുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻലി കാണുന്നത് ഹ്യാലുറോണിഡേസ് ആൻഡ് പ്രോട്ടിയേസ്. ഈ രണ്ട് എൻസൈംസാണ് അതിനകത്ത് മെയിൻലി കാണുന്നത്. ഈ ഹെഡിനകത്തുള്ള ആക്രോസോമിൻ്റെ ഉള്ളിൽ കാണുന്ന എൻസൈംസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദെൻ അബൌട്ട് ദ tail is subdivided into 4 parts, that is neck, middle phase, principal phase and end phase. നമ്മളതിൻ്റെ പിക്ചർ കണ്ടു, 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്ക് is the constricted region just behind the head that contains a centriole. അപ്പോൾ ഹെഡിൻ്റെ തൊട്ട് താഴെ കാണുന്ന കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഏരിയനാണ് നമ്മൾ പറയുന്നത് സെൻട്രിയോൾ. സെൻട്രിയോൾ അല്ല, നെക്കിനകത്താണ് സെൻട്രിയോൾ ഉള്ളത്. സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ സെല്ലിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ പ്രോട്ടീൻ ഫിൽഡ് അല്ലെങ്കിൽ പ്രോട്ടീനേഷ്യസ് സെൽ സ്ട്രക്ചറാണ്. അല്ലെങ്കിൽ ട്യൂബുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെല്ലുലാർ കോമ്പോണൻ്റാണ് സെൻട്രിയോൾ. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിയോൾ അല്ലെങ്കിൽ ഈ ട്യൂബുലിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ബാക്കി കംപ്രൈസസ് ദി റിമൈൻഡർ ഓഫ് ദ ടെയിൽ. ബാക്കി ടെയിൽ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്യൂബുലിനാണ് ബാക്കി ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ മിഡിൽ പീസ് കണ്ടെയ്ൻസ് മൈറ്റോകോൺട്രിയ arranged in a spiral which provide energy. Okay, you know that mitochondria is the powerhouse of a cell. ഇവിടെയും അത് തന്നെയാണ്. എ ടി പിനെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. എ ടി പി ഫോർ ലോക്കോമോഷൻ ഓഫ് സ്പേം, ദ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫോർ സ്പേം മെറ്റബോളിസം. 2 ആക്ഷൻ ഉണ്ട് ഈ എ ടി പിക്ക്. യൂസ് ചെയ്യുന്നത് ലോക്കോമോഷന് വേണ്ടിയിട്ടും മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. യു നോ വാട്ട് ഇസ് മെറ്റബോളിസം? ബോത്ത് ദി anabolism and catabolism together known as metabolism. Then next is the principal piece. It is the longest portion of the tail, and the end piece is the terminal tapering portion of the tail. അതൊക്കെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്. Then once ejaculated, most sperm do not survive more than 48 hours within the female reproductive tract. Suppose ഈ സ്പേംസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനകത്ത് ഇജാക്കുലേറ്റഡ് ആവുകയാണെങ്കിൽ 48 hours മാത്രമേ അതിനവിടെ ലൈഫ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, 2 days ആൻഡ് ലൈഫ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം പറയുന്നത്. ബട്ട് റീസെൻ്റ്ലി ആയിട്ടുള്ള കുറേ ആർട്ടിക്കിൾസിനകത്തെല്ലാം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർഡ്ലി 5 to 6 days വരെ സർവൈവ് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് സ്പേം. അപ്പോൾ അതിൻ്റെ ഹെഡും ടെയിലും അതിനകത്തുള്ള മൈറ്റോകോൺട്രിയ, സെൻട്രിയോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് അബൌട്ട് സെമൻ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സ്പേം ആൻഡ് സെമിനൽ ഫ്ലൂയിഡ്. സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുകയാണെങ്കിൽ a liquid that consists of secretions of the seminiferous tubule, seminal vesicle, prostrate and bulbourethral gland. നമ്മൾ മുന്നേ അനാറ്റമിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഗ്ലാൻഡിൻ്റെയും സെക്രീഷൻസും ഈ സ്പേംസും ടുഗദർലി നമ്മൾ പറയുന്ന പേരാണ് സെമൻ. ഓക്കെ, ഇറ്റ് വോളിയം ഇസ് ഒരു ടിപ്പിക്കൽ ഇജാക്കുലേഷൻ്റെ ടൈമിൽ ഹാർഡ്ലി 2.5 to 5 ml സെമനാണ് ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഇജാക്കുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ പവർഫുൾ എക്സ്പെൽഷൻ ഓഫ് ദിസ് സെമൻ from the male reproductive system അല്ലെങ്കിൽ ത്രൂ പെനിസ് ടു ദി എക്സ്റ്റീരിയർ. അതിനെയാണ് നമ്മൾ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ തവണ തന്നെ 2.5 to 5 ml ആണ്
സെമൻ ഉണ്ടാകുന്നത്. അതിനകത്ത് പെർ ml ഹാർഡ്ലി 50 to 150 മില്യൺ ഓഫ് സ്പേം ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സപ്പോസ് ഈ സ്പേമിൻ്റെ നമ്പർ ബിലോ 20 മില്യൺ പെർ മൈക്രോലീറ്റർ ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ലൈക്ലി ടു ബി ഇൻഫെർട്ടൈൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബേബി ഉണ്ടാവാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാരെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ടൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ a very large number of sperm is required for successful fertilization because only a tiny fraction ever reaches the secondary oocyte. കാരണം ഇത് വജൈനൽ ഓപ്പണിംഗ് എന്ന് ഫീമെയിൽ വജൈനൽ ഓപ്പണിംഗ് എന്ന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം സെക്കൻഡറി oocyteൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഈ സ്പേം. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും സെമൻ കുറേ എല്ലാം ഡിജനറേറ്റ് ആയി പോകും. എല്ലാ നമ്മൾ ഇജാക്കുലേറ്റ് ആവുന്ന എല്ലാ പോർഷനും സെക്കൻഡറി oocyteൻ്റെ അടുത്ത് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കൺസിഡർ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്താൻ പറ്റൂ. ദെൻ അതിൻ്റെ പി എച്ച് എന്ന് പറയുകയാണെങ്കിൽ 7.2 to 7.7 ഇസ് ദി പി എച്ച്. ദെൻ അതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ്. പ്രോസ്റ്റാറ്റിക് സെക്രീഷൻ ഗീവ്സ് സെമൻ a milky appearance and fluid from seminal vesicle and bulbourethral gland give a sticky consistency. അപ്പോൾ എല്ലാ സെക്രീഷനും കൂടിയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സെക്രീഷനും ഓരോരോ ക്യാരക്ടേഴ്സാണ് കൊടുക്കുന്നത്. ദെൻ സെമിനൽ ഫ്ലൂയിഡ് പ്രൊവൈഡ്സ് സ്പേംസ് വിത്ത് എ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം, എ ന്യൂട്രിയൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ദി ഹോസ്റ്റൈൽ അസിഡിക് എൻവയോൺമെൻറ്റ് ഓഫ് ദ മെയിൽസ് യുറീത്ര ആൻഡ് ദി ഫീമെയിൽ വെജൈന. അപ്പോൾ ഈ സെമിനൽ ഫ്ലൂയിഡിന് ആക്ച്വലി ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ 3 ഫങ്ഷനാണ് മെയിൻലി ഉള്ളത്. ട്രാൻസ്പോർട്ടേഷൻ, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം, സെമനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ടും, ആൻഡ് പ്രൊവൈഡ്സ് മോസ്റ്റ് ഓഫ് ദി ന്യൂട്രിയൻസ് ഫോർ ദി സ്പേം ആൻഡ് ഓൾസോ പ്രൊട്ടക്ട് ദ സ്പേം ഫ്രം ദി ഹോസ്റ്റൈൽ അസിഡിക് എൻവയോൺമെൻറ്റ് ഓഫ് ദ മെയിൽ യൂറിത്ര. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ബോത്ത് യൂറിൻ ആൻഡ് സ്പേം ആർ പാസസ് ത്രൂ ദി സെയിം ഏരിയ. അപ്പോൾ ഈ സെയിം ഏരിയയിൽ കൂടി ആവുന്നതിനെ കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ യൂറിൻ്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അസിഡിക് ആകുമ്പോൾ എന്ത് പറ്റും, ഈ സ്പേമിനെ എല്ലാം കില്ല് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് ഇല്ലാതാക്കാനാണ് അത് പ്രൊട്ടക്ഷൻ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും സ്പേംസ് ഡയറക്റ്റ്ലി ഈ അസിഡിക് എൻവയോൺമെൻറ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള അസിഡിക് എൻവയോൺമെൻ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഫീമെയിൽ വെജൈനയ്ക്കകത്തുള്ള അസിഡിക് ഏരിയ ആയിട്ടോ ഒരിക്കലും സ്പേം ഡയറക്റ്റ്ലി കോണ്ടാക്റ്റിൽ വരില്ല, സെമൻ ആയിരിക്കും കോണ്ടാക്റ്റിൽ വരിക. സെമൻ്റെ ഉള്ളിലാണ് ആക്ച്വലി സ്പേം ഉണ്ടാകുന്നത്. സോ സ്പേം ക്യാൻ ആക്ട് ആസ് എ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ഫോർ ദി സ്പേം. സോറി, സെമൻ ക്യാൻ ആക്ട് ആസ് എ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ഫോർ ദി സ്പേം. ഓക്കെ, ദെൻ ഇനി പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഇജാക്കുലേഷൻ എന്താണ് സെമന് സംഭവിക്കുന്നത്. Once it gets ejaculated, the liquid semen coagulates within 5 minutes due to the presence of clotting proteins. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെമൻ്റെ കോൺസ്റ്റുവൻസ് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിനകത്ത് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ഉണ്ട്. അത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസിന് എന്തായാലും ഡിഫറെൻ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ എന്ത് പറ്റും, ഈ ഇജാക്കുലേറ്റഡ് ആവുന്ന സെമൻ കൊയാഗുലേറ്റ് ചെയ്യും. പക്ഷേ ഈ കൊയാഗുലേറ്റ് ചെയ്യുന്നത് അത് വിത്തിൻ 10 to 20 മിനിറ്റ്സ് വീണ്ടും അത് റീലിക്വിഫൈ ചെയ്യും. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് പ്രോസ്ട്രേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ദാറ്റ് ഇസ് PSA and other proteolytic enzymes produced by the prostate break down the clot. അപ്പോൾ ഈ പ്രോസ്ട്രേറ്റ് സ്പെസിഫിക് ആൻറ്റിജനും അതുപോലെ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസും ഇവർ രണ്ടും കൂടെ എന്ത് ചെയ്യും, ക്ലോട്ട് ആയ ഈ ഇജാക്കുലേറ്റഡ് ആയ സെമനെ വീണ്ടും റീലിക്വിഫൈ ചെയ്യും. വീണ്ടും അതിനെ പഴയ ഫോമിലോട്ടേക്ക് തന്നെ മാറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ പറഞ്ഞത് അബ്നോർമൽ ഓർ ഡിലേഡ് ലിക്വിഫാക്ഷൻ ഓഫ് ക്ലോട്ടഡ് സ്പേം മേ കോസ് കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ഇമ്മൊബിലൈസേഷൻ ഓഫ് ദ സ്പേം, thereby inhibiting their movement through the cervix of the uterus. ദെൻ എന്താണെന്ന് വെച്ചാൽ ഇമ്മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുക, പാർഷ്യലി ഇമ്മൊബിലൈസ് ചെയ്യും. കാരണം എന്താ, ലിക്വിഫാക്ഷൻ ഇപ്പോൾ കുറയാമെന്ന് വിചാരിച്ചോ. കാരണം ഒരു ലിക്വിഡ് ഫോമിലുണ്ടെങ്കിൽ അതിന് സിംപ്ലി പാസ് ചെയ്ത് പോകാൻ പറ്റും മുകളിലോട്ടേക്ക്. ഫീമെയിൽ
യൂട്രസിൽ എത്തണമെങ്കിൽ അതിന് പാസ് ചെയ്ത് പോകണം കുറച്ച് ദൂരം. അപ്പോൾ അങ്ങനെ അത് പാസ് ചെയ്യണമെങ്കിൽ അത് ലിക്വിഡ് ഫോമിലായിരിക്കണം. അപ്പോൾ സപ്പോസ് അത് ക്ലോട്ടായി അത് ലിക്വിഫൈ ചെയ്യാൻ വീണ്ടും ടൈം എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അത് ഇമ്മൊബിലൈസ് ആയ അവസ്ഥയല്ലേ. സോ ഇറ്റ് ഇസ് ഇൻ എ പാർഷ്യൽ ഇമ്മൊബിലൈസ്ഡ് ഫോം. അതാണ് അത്ര അവിടെ പറയണത്. then thereby inhibiting their movement. Okay, ഇത്രയേ ഉള്ളൂ കാര്യം. Then after passing through the uterus and the uterine tube, the sperm are affected by the secretion of the uterine tube in a process called capacitation. Okay, എന്നിട്ട് അവിടെ പോയിട്ട് പ്രോസസ്സ് നടക്കും, ദാറ്റ് ഈസ് കപ്പാസിറ്റേഷൻ. പിന്നെ ഈ സ്പേമും എന്താ ഫീമെയിൽ സൈഗോട്ടുമായിട്ട് ഫീമെയിൽ ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ, ആദ്യം എന്താണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞു, പിന്നെ സെമൻ എന്താന്ന് പറഞ്ഞു, ഇജാക്കുലേഷൻ എന്താന്ന് പറഞ്ഞു, പിന്നെ സ്പേംസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഹോർമോണൽ കൺട്രോൾ, എങ്ങനെയാണ് ഈ എന്താ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് അതിൻ്റെ എമൗണ്ട് കുറയുന്നത്, പ്രൊഡക്ഷൻ കുറയുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. അറ്റ് പ്യൂബർട്ടി, അപ്പോൾ ഇൻ കേസ് ഓഫ് ഫീമെയിൽ ആണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലേ, ഫസ്റ്റ് പീരിയഡ്സ്, ദാറ്റ് ഇസ് മെനാർക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും ലേഡീസിനെ അറിയാൻ പറ്റും. അതിന് ശേഷമാണ് അവർക്ക് എന്താ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പക്ക ഫീമെയിലിൻ്റെതായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുള്ളായിട്ട് ഡെവലപ്പ് ആവുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് മെയിൽ കാര്യമായിട്ട് അങ്ങനെ അറിയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രോസസ്സൊന്നുമില്ല. പക്ഷേ പ്യൂബർട്ടി അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു ബോയ് ഒരു മെയിലായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് നമുക്കത് എക്സ്റ്റേണലി കണ്ടാൽ മനസ്സിലാവും കുറേ കാര്യങ്ങൾ. ഐ വിൽ എക്സ്പ്ലെയിൻ. അപ്പോൾ അതാണ് ആക്ച്വലി പ്യൂബർട്ടി എന്ന് പറയുന്നത്. മെയിൻലി നമുക്ക് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ദ സൗണ്ട് ചേഞ്ച്, അവരുടെ ശബ്ദം പെട്ടെന്ന് ചേഞ്ച് ആവും. പിന്നെന്താ, ആൺപിള്ളേർക്ക് താടി വരും, മീശ വരും, ബിയേർഡ് ആൻഡ് മുസ്റ്റാഷൊക്കെ ഫോം ചെയ്യുന്നതുമൊക്കെ ആ ഒരു ടൈം ഓഫ് പ്യൂബർട്ടിയാണ്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ബോഡിയിൽ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് അറ്റ് പ്യൂബർട്ടി സർട്ടൻ ഹൈപ്പോതലാമിക് ന്യൂറോസെക്രട്ടറി സെൽസ് ഇൻക്രീസ് ദ സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. പ്യൂബർട്ടിൻ്റെ സമയത്ത് GnRHൻ്റെ ലെവൽ കൂടും. ഈ GnRH എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും ആരെ, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ, ടു ഇൻക്രീസ് ദെയർ സെക്രീഷൻസ് ഓഫ് 2 ഗൊണാഡോട്രോപ്പിൻസ്. 2 ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ലൈക്ക് ല്യൂട്ടനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ 2 ആൾക്കാരെയും മെയിലാണ് ഫോം ചെയ്യുന്നത്. GnRH സ്റ്റിമുലേറ്റഡ് ആയി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് ല്യൂട്ടനൈസിങ് ഹോർമോണിനെയും FSHനെയും ഫോം ചെയ്യും. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈപ്പോതലാമസ് GnRH, എന്നിട്ട് ഗൊണാഡോട്രോപ്സിൻ്റെ മുകളിലെത്തി LH FSH ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ആക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, സ്പെർമാറ്റോജെനിക് സെൽസ്, ഇൻഡസ്ട്രീഷ്യൽ സെൽസ്, സെക്രേറ്റ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ പിക്ചറും കഴിയുന്നെങ്കിൽ പഠിച്ചു വെക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്നിട്ട് അപ്പോൾ 2 ആക്ഷനാണ് പറഞ്ഞത്, 2 ഹോർമോണിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, LHും FSHും. അപ്പോൾ 2ൻ്റെയും ആക്ഷൻ നമുക്ക് അറിയണം. അപ്പോൾ LHൻ്റെ കേസിൽ എന്താണെന്ന് വരികയാണെങ്കിൽ, LH സ്റ്റിമുലേറ്റ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് വിച്ച് ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും ടു സെക്രീറ്റ് ദ ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോണിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് സ്റ്റീറോയിഡ് ഹോർമോൺ ഇസ് സിന്തസൈസ്ഡ് ഫ്രം കൊളസ്ട്രോൾ ഇൻ ദ ടെസ്റ്റസ് ആൻഡ് ദി പ്രിൻസിപ്പൽ ആൻഡ്രോജൻ. അത് ജസ്റ്റ് എവിടുന്നാണ് എന്ന് വെച്ചാൽ, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റെറോൺ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ആണ്, അതിൻ്റെ ബേസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ലിപ്പിഡ് സോലുബിൾ ആൻഡ് റെഡിലി ഡിഫ്യൂസസ് ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഇൻ ടു ദ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ആൻഡ് ദെൻ ഇൻ ടു ദി ബ്ലഡ്. അപ്പോൾ ഉണ്ടാവുന്ന ആൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ബ്ലഡിനകത്ത് എത്താൻ പറ്റും. കാരണം ലിപ്പിഡാണ് അതിൻ്റെ ക്യാരക്ടർ, കൊളസ്ട്രോൾ ക്യാരക്ടറാണ് വരുന്നത്. സോ ലിപ്പിഡ് സോലുബിൾ ആണ്. അപ്പോൾ സെല്ല് എങ്ങനെയാണ്, നമ്മുടെ സെല്ലിൻ്റെ മെംബ്രെയിൻ ലിപ്പിഡ് ബൈലെയർ ആണ്. അപ്പോൾ സുഖമായിട്ട് ഇതിന് പാസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ LHൻ്റെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ടെസ്റ്റോസ്റ്റെറോണിനെ സെക്രീറ്റ് ചെയ്യണം ഫ്രം ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് ഉണ്ടാകുന്നത്. ടെസ്റ്റോസ്റ്റെറോൺ സപ്രസ് സെക്രീഷൻ ഓഫ് LH ആൻഡ് GnRH. ഇത് നിങ്ങൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്.
In some target cells, such as those in external genitals and prostate, the enzyme 5-alpha reductase convert testosterone to another androgen called dihydrotestosterone. അതെന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടെസ്റ്റോസ്റ്റിറോൺ ചില ഏരിയയിൽ പോയിട്ട് എന്നുവെച്ചാൽ ഈ എൻസൈം പ്രസൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം എക്സ്റ്റേണൽ ജെനിറ്റൽസിലും അതുപോലെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലുമാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത്. എന്നിട്ട് ടെസ്റ്റോസ്റ്റിറോണിനെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ട് മാറ്റും. അതിനാണ് DHT എന്ന് പറയുന്നത്. ഡൈൻ്റെ ഡിയും ഹൈഡ്രോൻ്റെ എച്ചും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ടിയും, ദാറ്റ് ഇസ് DHT. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ ആക്ഷനാണ് രണ്ടിനും വരുന്നത്. അതൊക്കെയാണ് LHൻ്റെ ആക്ഷൻ. ദെൻ FSHൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പം ഇറ്റ് ആക്ട്സ് ഇൻഡയറക്ട്ലി ടു സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനസിസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ സെക്രീഷനെ കൂട്ടുന്നതായിരുന്നു. ഇവിടെ FSHന് പറഞ്ഞത് എന്താ? സ്പെർമാറ്റോജെനസിസിനെ ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. FSH ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ ആക്ട് സൈനർജിസ്റ്റിക്കലി ഓൺ ദി സസ്റ്റൻറ്റാക്കുലർ സെൽസ് ടു സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഓക്കെ, സൈനർജിസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ടും ടുഗെദർലി ആയിട്ട് ആക്ഷൻ ഇൻക്രീസ് ചെയ്യുക. എന്നിട്ട് FSHും ടെസ്റ്റോസ്റ്റിറോണും കൂടിയാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ അതൊരു ബൈൻഡിങ് പ്രോട്ടീനാണ്. അതിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എങ്ങോട്ടേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻ ടു ദ ല്യൂമൻ ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് ഇൻ ടു ദ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് അറൗണ്ട് ദി സ്പെർമാറ്റോജെനിക് സെൽസ്. അതെന്നാന്ന് വെച്ചാൽ ഈ ABP ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീനിന് ആൻഡ്രോജനെ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിനെ കുറേ നേരം ബൈൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ എന്താ, ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ അവിടെ തന്നെ ഉണ്ടാവില്ലേ, ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ ടെസ്റ്റോസ്റ്റിറോൺ കുറേ നേരം ഉണ്ടാവും. അപ്പോൾ ഈ സ്പെർമാറ്റോജെനസിസ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് മൂവ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ ആ ആൻഡ്രോജനെ ബൈൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, ആൻഡ്രോജൻ എന്ന് ഇവിടെ ആക്ട് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ. റെഡി? ദെൻ ടെസ്റ്റോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് ദി ഫൈനൽ സ്റ്റെപ്സ് ഓഫ് സ്പെർമാറ്റോജെനസിസ് ഇൻ ദ സെമിനിഫറസ് tubules. Then once the degree of spermatogenesis required for male reproductive function has been achieved, this sustentacular cells release inhibin. Okay, അപ്പോൾ ആവശ്യമുള്ള അത്രയും സ്പെർംസ് എല്ലാം അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റി അത്രയും ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ കുറച്ച് ലെവൽ വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻഹിബിൻ. അപ്പോൾ ഈ ഇൻഹിബിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഹിബിറ്റിംഗ് FSH സെക്രീഷൻ. FSH സെക്രീഷനെ ഡയറക്റ്റ്ലി അത് ഇൻഹിബിറ്റ് ചെയ്യും ബൈ ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയാണ് FSHനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഹിബിൻ അവിടെ പോയിട്ട് FSHൻ്റെ ലെവൽ അങ്ങ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇഫ് സ്പെർമാറ്റോജെനസിസ് ഈസ് പ്രൊസീഡിങ് ടു സ്ലോലി ദെൻ ഇൻഹിബിൻ ഈസ് റിലീസ്ഡ്. എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഓപ്പോസിറ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ. അപ്പോൾ സ്പെർമാറ്റോജെനസിസ് കൂടുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഹിബിൻ റിലീസ് ചെയ്യും, കുറയുകയാണെങ്കിൽ ഇൻഹിബിൻ്റെ ലെവൽ കുറയുകയും ചെയ്യും. അതാണ് വരുന്നത്. ഓക്കെ, ദെൻ റെഗുലേഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ. അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയണമെന്ന് മാത്രം. വെൻ ടെസ്റ്റോസ്റ്റിറോൺ കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ് ഇൻക്രീസസ് അപ് ടു എ സർട്ടൻ ലെവൽ, it inhibits the release of GnRH by the hypothalamus. നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്, ബ്ലഡിൽ ഒരാളുടെ ലെവൽ കൂടുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ആദ്യം ഹൈപ്പോതലാമസിനെ അറിയിക്കണം. സോ ഇവിടെ അങ്ങനെ തന്നെ ഹൈപ്പോതലാമസ് ഡിറ്റക്ട് ചെയ്യും, GnRHൻ്റെ ലെവൽ കുറയും. ആസ് എ റിസൾട്ട് ലെസ് amount of GnRH flows from the hypothalamus to the anterior pituitary, of course. Then gonadotropes in the anterior pituitary release less amount of LH, so the concentration of LH in systemic blood reduces. The interstitial cells in the testes secrete less testosterone and there is a return to homeostasis. Okay, testosterone ലെവൽ കുറയും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്? ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴല്ലേ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിലാണ് പറയണത്. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ സെക്രീഷൻ ഇവർ കുറയ്ക്കും, GnRHും LHും കൂടെ. ഇഫ് ദ ടെസ്റ്റോസ്റ്റിറോൺ കോൺസെൻട്രേഷൻ ഇൻ ദ ബ്ലഡ് falls too low, ഒത്തിരി അങ്ങ് കുറഞ്ഞു പോവുകയാണെങ്കിൽ GnRH is again released by the hypothalamus and stimulate
the secretion of LH by the anterior pituitary. LH in turn stimulate testosterone production by the testes. അപ്പോൾ കുറയുകയാണെങ്കിൽ നേരെ ഹൈപ്പോതലാമസിൻ്റെ അടുത്ത് പോയിട്ട് പറയും. അപ്പോൾ GnRH പ്രൊഡ്യൂസ് ചെയ്യും. GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ മുകളിൽ പോയിട്ട് LHനെ പ്രൊഡ്യൂസ് ചെയ്യും. LH ടെസ്റ്റസിൻ്റെ മുകളിൽ വന്നിട്ട് ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ബ്ലഡ് ലെവൽ നോർമൽ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇതാണ് അതിൻ്റെ പിക്ചർ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണ് കാണിക്കുന്നത്. കൺട്രോൾഡ് കണ്ടീഷൻ, റിസപ്റ്റേഴ്സ്, സെൽസ് ഇൻ ഹൈപ്പോതലാമസ്. ഓക്കെ, ദെൻ എന്താണ് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും അതുപോലെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും റോള് മെയിൽ ബോഡിയിൽ, അതും കൂടെ പറഞ്ഞാൽ ഈ ടോപ്പിക്ക് കഴിയും. ഫസ്റ്റ് വൺ ഇസ് ദി പ്രീ നേറ്റൽ ഡെവലപ്മെൻറ്റ്. പ്രീ നേറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബേബി ജനിക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെക്ഷൽ അല്ല, അതിൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ വേണ്ടി, ദാറ്റ് ഇസ് പ്രീ നേറ്റൽ. ബിഫോർ ബർത്ത് ടെസ്റ്റോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് ദ മെയിൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡക്സ് ആൻഡ് ദ ഡിസെൻഡ് ഓഫ് ടെസ്റ്റസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റസ് ഉണ്ടാവുന്നത് ഒരു 7.5 മന്തിൽ ത്രൂ ഇൻഗ്യൂനൽ കനാലാണ്. ടെസ്റ്റസ് ഫ്രം ദ ബിസൈഡ് ദി കിഡ്നി ടെസ്റ്റസിലോട്ടേക്ക് സ്ക്രോട്ടത്തിനകത്തോട്ടേക്ക് ടെസ്റ്റസ് മൂവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഈ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡിസെൻഡ് ഓഫ് ദ ടെസ്റ്റസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. എന്ന് വെച്ചാൽ ഒരു ബേബി അതിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അത് ഈ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് തന്നെ ബേബി മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് വെരി ഈസിലി തന്നെ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, മെയിലാണോ അല്ലെങ്കിൽ ഫീമെയിൽ ആണോ എന്നുള്ളത്. അത് കുറച്ചുകൂടെ നെക്സ്റ്റ് പോർഷനൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ സമയത്ത് തന്നെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രസൻസ് കൊണ്ടാണ് മെയിൽ ക്യാരക്ടേഴ്സ് ഒരു ബേബിയിൽ ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് പ്രീ നേറ്റൽ ഡെവലപ്മെൻറ്റ്. ദെൻ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റൽസ്. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, കാണാവുന്ന ഒരു ജെനറ്റിക് ക്യാരക്ടർ അല്ലെങ്കിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാവുന്ന, കണ്ടിട്ട് മെയിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സിൻ്റെ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. Testosterone also is converted in the brain to estrogen, very less amount, and it also help for the development of certain areas in the brain. Okay, അതെന്ന് വെച്ചാൽ ബ്രെയിനകത്തത് certain ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഏരിയ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് പ്യൂബർട്ടി എന്ന് വെച്ചാൽ ഒരു ബേബി ഉണ്ടായി അത് വളർന്ന് കുറച്ചും കൂടെ പ്രായമായി പ്യൂബർട്ടി ഏജ് ഒക്കെ എത്തുമ്പോൾ ഒരു 13, 14, 15 ഒന്നാവുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ ഒരു ബോയ്സിൽ കാണുന്നത് പ്യൂബർട്ടി ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ സമയത്താണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആക്ഷൻ കൂടുതലായിട്ടും വരുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ bring about the development and enlargement of the male sex organs and the development of masculine secondary sexual characteristics. Enlargement of larynx and the consequent deepening of the voice. അത് എന്ന് വെച്ചാൽ ത്രോട്ടില്ലേ, ആഡംസ് ആപ്പിൾ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത് ആഫ്റ്റർ പ്യൂബർട്ടിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആഡംസ് ആപ്പിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ലാരിങ്സിൻ്റെ മുകളിലാണ് ഇവർ പോയിട്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ പോയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ നോർമലി ഈ ചെറുതായിട്ടുള്ള ലാരിങ്സ് വൈഡൻ ചെയ്യും, ഒരു കുഞ്ഞി കുഴലിൻ്റെ ഉള്ളിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ അങ്ങ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് മെയിൽ വോയിസ് ഭയങ്കര ഡെപ്തിൽ അല്ലെങ്കിൽ ബേസ് വോയിസ് മെയിലിന് ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണമല്ല, മെയിൻ കാരണം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരക്ടർ. പിന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാവുന്നത് എന്ന് വെച്ചാൽ ഒരു മെയിലിന് മെയിലായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കുറേ ക്യാരക്ടറുണ്ട്, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനൊക്കെയാണ് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഇസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സെക്ഷൽ function. Androgen contribute to male sexual behavior and spermatogenesis and sex drive. ആൺപിള്ളേർക്ക് ആൺപിള്ളേരുടേതായ സ്വഭാവം കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് സെക്ഷൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ഒരു ഫീമെയിലിനെ കാണുമ്പോഴാണ് അവർക്ക് സെക്ഷൽ അറൗസൽ ഉണ്ടാവുന്നത്. അതിനാണ് ആക്ച്വലി എന്താ പറയുന്നത് സെക്ഷൽ ഡെവലപ്മെൻറ്റ്, സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എല്ലാം ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നോർമലി ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെയിൽ ക്യാരക്ടർ ഒരാളിൽ ഉണ്ടാവണം എന്നില്ല.
അപ്പോൾ ആ ക്യാരക്ടറൊക്കെ ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ. ഓക്കെ, ദെൻ ലിബിഡോ മീൻസ് സെക്സ് ഡ്രൈവ്, ടു ഹാവ് സെക്സ് വിത്ത് അനദർ പേഴ്സൺ ഇൻ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അപ്പോൾ മെയിലിലും ഫീമെയിലും ലിബിഡോ ഉണ്ടാക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ തന്നെയാണ്. ഫീമെയിൽസിലുണ്ട് ട്രേസസ് എമൗണ്ട് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ, ഫീമെയിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾസോ ഇറ്റ് ഹെൽപ്പിംഗ് ഫോർ ദ സ്റ്റിമുലേഷൻ ഓഫ് അനാബോളിസം. ഓക്കെ, അനാബോളിസം എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഇസ് ബിൽഡിംഗ് അപ്പ് പ്രോസസ്സ്. മെയിലിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർക്ക് കമ്പയർ ടു ഫീമെയിൽ ഭയങ്കര സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ മസ്കുലൈൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കൂടുന്നതിനുള്ള ഒരു കാരണം ഈ അനബോളിക് ക്യാരക്ടർ ഓഫ് ദിസ് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ആൻഡ്രോജൻസ് ആർ അനബോളിക് ഹോർമോൺസ്, ദാറ്റ് ഇസ് ദേ സ്റ്റിമുലേറ്റ് പ്രോട്ടീൻ സിന്തസിസ്. ദിസ് എഫക്റ്റ് ഈസ് ഒബ്വിയസ് ഇൻ ദി ഹെവിയർ മസിൽ ആൻഡ് ബോൺ മാസ് ഓഫ് ദ മോസ്റ്റ് മെൻ ആസ് കമ്പയർ ടു വുമൺ. നമ്മൾ ഒരു ബോഡി വെയിറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, സെയിം ഏജിലുള്ള ഒരു മെയിലിനെയും ഫീമെയിലിനെയും എടുക്കുകയാണെങ്കിൽ മെയിലിനായിരിക്കും ഹൈറ്റ് കൂടുതൽ. ഒരു ആഫ്റ്റർ പ്യൂബർട്ടിക്കൊക്കെ ശേഷം നോക്കിയാൽ മെയിലിന് ഹൈറ്റ് കൂടുതലായിരിക്കും, മെയിലിന് ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും. എന്ത് നോക്കുകയാണെങ്കിലും മെയിലിന് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആക്ഷൻ കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു.